കതറിട്ട കഴുതകൾക്ക് രാജ്യത്തിന്റെ സുരക്ഷയോ അതൊന്നും അവർക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. അവർക്ക് എങ്ങനെ ഈ മോദീനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം, അവർക്ക് അധികാരം പിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് നെറികെട്ട കളിയും എന്ത് കൂട്ടിക്കൊടുപ്പും എന്ത് വിടുപണി എടുക്കാൻ ഒരു മടിയില്ലാത്തതായിട്ടുള്ള കുറെ ആളുകളുണ്ട് കോൺഗ്രസ്സിൽ കേട്ടോ. രാജു പി നായർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പിമ്പ്, ഒരു രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം, കോൺഗ്രസ്സുകാരനാണ്. അയാൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു കേട്ടോ, ഫേസ്ബുക്ക് കാണിച്ചു തരാം. ഇതിലിപ്പോൾ അയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന്റെ ഔദാര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് കടന്നു വരുന്ന ഇന്ത്യൻ കപ്പലുകൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് അവസാനിക്കുന്നത് കേട്ടോ. ഇതുപോലുള്ള ഒരുപാട് നമ്മുടെ രാജ്യത്ത് കിടന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം വഴിയിലൂടെ മോശപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ എല്ലാ വഴികളും ഉപയോഗിക്കുന്ന ഒരു ഒരു കൂട്ടം ആളുകൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് കേട്ടോ. മലയാളികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. അതിൽ ഈ ഒരു മാമ പ്രവർത്തനം നടത്തുന്നത് ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ്സുകാരാണ്. അവരാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നതെന്നും അറിയില്ല. അവർക്ക് രാജ്യത്തിന്റെ സുരക്ഷയോ രാജ്യത്തിലുള്ള ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് അധികാരം വേണം. ഒരു പപ്പുമോനാണെങ്കിൽ അങ്ങ് തലയിൽ അങ്ങ് കാശ്മീർ മുതൽ കേരളം വരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് പട്ടായയിലും പോകുന്നുണ്ട് കറങ്ങാൻ വേണ്ടിയിട്ട്. എന്താ പറയുന്ന ആ മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ അയാൾ ഈ ഒരു അധികാരത്തിന്റെ മോഹം എന്ന് അവസാനിക്കുമോ അന്നേ ഈ രാജ്യം രക്ഷപ്പെടുള്ളൂ. അയാൾക്ക് അധികാരം വേണം, അതായത് കസേര വേണം, പ്രധാനമന്ത്രി കസേര വേണം. പക്ഷെ അതിനുള്ള യോഗ്യത ഉണ്ടോ എന്നത് വട്ടപൂജ്യമാണ് അയാളുടെ യോഗ്യത. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ചുമതല എടുക്കുമോ അന്ന് വിചാരിച്ചോ അന്ന് തൊട്ട് ഇന്ത്യയുടെ നാശം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. കാരണം ഈ കഴുതക്കൊന്നും അധികാരം മതി. കേരളത്തിൽ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കേരളത്തിൽ തന്നെ ഇവന്മാർ ഈ ഒരു കസേരയ്ക്ക് കണ്ട് കിടന്ന് അടി കൂടുന്ന, ഡിസിപ്ലിൻ ഇല്ലാത്ത, ഒരു അച്ചടക്കമില്ലാത്ത, ഒരു വിവരവും വിദ്യാഭ്യാസമുള്ള നേതാക്കന്മാരില്ലാത്ത ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. മറ്റവന്മാർ കണക്ക് തന്നെ. എന്നാലും ഏറ്റവും കൂടുതലും അധികാരത്തിന് വേണ്ടി തമ്മി തല്ലുന്ന, ഒരു സീറ്റ് കൊടുത്തില്ലെങ്കിൽ മറുകണ്ഠം ചാടി പോകുന്ന അത്രയ്ക്കും അധികാര മോഹികളായിട്ടുള്ള മനുഷ്യന്മാരാണ് ഈ കോൺഗ്രസ്സുകാർ മുഴുവൻ. നമ്മുടെ നാട്ടിൽ സുരക്ഷയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെയാണ് ഇവർ കുത്തിയിളക്കി ഓരോ കലാപത്തിന് പ്രേരിപ്പിക്കുന്നതായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള വാഴകൾ എന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് പുറന്തള്ളു, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് ഇവനെയൊക്കെ എടുത്ത് കളഞ്ഞ് ശുദ്ധികലശം നടത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടൂ. അത്രയ്ക്ക് രാഷ്ട്രീയ വിഷമാണ്. മറ്റേ ഏതോ ഒരു പുള്ളിക്കാരൻ പറഞ്ഞ കണക്ക് പൊളിറ്റിക്കൽ പോയിസൺ ആണ് ഇതുപോലെയുള്ള പിമ്പുകൾ.